ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. 7:30 കേട്ടോ ആ സമയം. നമ്മളിന്ന് രാവിലെ വന്നില്ല, 7:30ആയി. വൈകിട്ട് 7:30ആയി. എല്ലാവരും വീട്ടിലെത്തിയോ? മേല് കഴുകിയോ? ചായ കഴിച്ചോ? ടി വി കാണായിരിക്കും. മൊബൈൽ നോക്കാറുണ്ടോ? എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണേ, നമ്മളെ കഥയ്ക്ക് ഒന്ന് കേൾക്കണം കേട്ടോ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമല്ലേ? ഹാപ്പി അല്ലേ? സന്തോഷമല്ലേ? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് നമ്മൾ കഥയിലേക്ക് പോയാലോ. വിശേഷമൊക്കെ എന്തൊക്കെയാണ്? ഇന്ന് ഞാൻ എൻ്റെ ഡെക്സ ബേബി ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സങ്കടം ഞാൻ പറയാം. ഇന്നലെ ഡെക്സിക്ക് കുറേ ഒരാഴ്ചയായല്ലോ വയ്യാണ്ടായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ മരുന്ന് കൊടുക്കണ്ട അവന്. അപ്പോൾ അവന് ആക്കാവും. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇന്ന് മാറും നാളെ മാറും അങ്ങനെ ഡോക്ടർ എഴുതി തരുന്ന മരുന്നാണ് കൊടുക്കണത്. ഒരു ടോണിക് ഡോക്ടർ വിസിറ്റ് ചെയ്ത് ഡോക്ടർ അടുത്തേക്ക് പോയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്ത് തൊട്ടിച്ചിലൊക്കെ കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും കുഞ്ഞ് അസുഖമൊക്കെ വരുമ്പോൾ മാറാറുണ്ട്. അപ്പോൾ അവൻ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെയായി. പിന്നെ ഇന്നലെ ഒന്നും കഴിച്ചില്ല. ചോറ് എങ്ങനെയോ 2 പിടി ഞാൻ എൻ്റെ നിർബന്ധത്തിന് കഴിച്ച്. അങ്ങനെ രാത്രി ആയപ്പോഴത്തേനും അവന് തീരെ വയ്യാതെ. അങ്ങനെ ഞാൻ അപ്പൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇറങ്ങാൻ വയ്യ. അപ്പടി ഞാൻ എടുത്ത് എങ്ങനെയോ കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കാം മുറ്റത്ത് കൊണ്ടുപോയി വെച്ച്. ഒരപ്പൂൻ്റെ വണ്ടീൻ്റെ മുകളിലേക്ക് ഒരു കാല് പൊന്തിച്ച് മൂത്രയ്ക്കാം. അവന് കാല് പൊന്തിക്കാൻ വയ്യ. അപ്പോൾ കാല് പൊന്തിക്കാൻ പോകുമ്പോൾ ഓനൊരു മാളലൊക്കെ. അയ്യോ, എങ്ങനെയോ ഞാൻ പിന്നെ എടുത്ത് കൊണ്ടുവച്ച് ഞാൻ കരഞ്ഞ്. പിന്നെ ഞാൻ എങ്ങനെയോ കുളിച്ച് വേഗം കണ്ണനെ പ്രാർത്ഥിച്ച്, കണ്ണ ഒരു 5 കൊല്ലം കൂടി എൻ്റെ ഡെക്സ ബേബിന് എനിക്ക് വേണം, അവനൊരു അസുഖം ഉണ്ടാവരുതേ എന്നൊക്കെ പറഞ്ഞു. എന്താ വെച്ചാൽ 10 വർഷമാണ് ഈ നായ്ക്കുട്ടികൾക്കൊക്കെ ഗ്യാരണ്ടി പറയുന്നത്. നമ്മൾ അത്രയും നോക്കണതിനെ കൊണ്ട് ഒരു 10-15 വർഷമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ ഭയങ്കര സങ്കടം. കണ്ണനെ പ്രാർത്ഥിച്ച് ഞാൻ പോയി ദേവീൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച്, ഗുരുവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച്, ഒന്നുമില്ലാണ്ടൊക്കെ. അതിന് ഞാൻ എങ്ങനെയോ ഉണ്ണിയേട്ടനും ഒപ്പനും ചപ്പാത്തി ഇട്ട് അമ്മായി കരയും ഞാനും കരയാം. എന്നിട്ട് ഞാൻ എനിക്കിൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അവനെ കൂടെ ഒരു ബുദ്ധിമുട്ടില്ല, അവനിവിടെ ഉണ്ട് എന്ന് തന്നെ അറിയില്ല. അവന് നമ്മൾ ഉച്ചയ്ക്കൊന്ന് ടോയ്ലറ്റ് കൊണ്ടുപോകണം. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് കഥ പറയാണ്ട് വന്നതാ. അങ്ങനെ ഞാൻ അപ്പൂൻ്റെ അടുത്ത് ഓടിപ്പോയിട്ട് പറഞ്ഞു, മോനെ ഉറങ്ങുക, അവനിന്ന് നേരെ വൈകിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി, അല്ല അതിലും നേരത്തെ പോകണം. മോനെ ഡെക്സ ബേബിക്ക് തീരെ വയ്യുമ്പോൾക്ക് ഉച്ച വരെ ലീവ് എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടാകും. അപ്പോൾ ഓനെ ഉറക്കപ്രാന്തിൽ ഓൻ എൻ്റെ മേലെ തന്നെ. അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ലീവൊന്നും എടുക്കാൻ പറ്റില്ല, അമ്മേനെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു വിഷമമായി. സിയുവിന് വയ്യാണ്ട് ആകുമ്പോഴത്തേന് കൊണ്ട് ഓടുകയ്യ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ഡെക്സേനെ അപ്പൂന് ഇഷ്ടമില്ല. അങ്ങനെയില്ല, അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ എപ്പോഴും അയച്ചിടും. ഞങ്ങളെ റൂമിൽ നിൽക്കണവന്, എന്നാലേ അവന് സന്തോഷമുള്ളൂ. അങ്ങനെ ഞാൻ വേഗം ഓട്ടോറിക്ഷ നമ്മൾ അജിത്തേടത്തിൻ്റെ ആങ്ങള ബാബേട്ടൻ്റെ നമ്പർ ഉണ്ടെങ്കിലുണ്ട്, മൂപ്പരെ വിളിച്ച്. അപ്പോൾ മൂപ്പർക്ക് സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകാണ്ട് എന്നിട്ട് വരാറുണ്ട്. അങ്ങനെ ഞാൻ ഇവർക്ക് മാത്രം ചപ്പാത്തി ചുട്ട് വെച്ച് ഞാൻ ഒരു വെള്ളം കുടിക്കാണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഓനും കിടക്കണം ഞാനും കിടക്കണം. ഞാൻ എന്നിട്ട് ഓനിങ്ങനെ ഒഴിഞ്ഞ് കൊടുത്ത് ഞാൻ ഗ്ലൂക്കോസ് വെള്ളമൊക്കെ കുറേ ഇങ്ങനെ സിറിഞ്ചിലാക്കി കൊടുത്തു. ഓന് കുടിക്കാനൊന്നും വയ്യ, നക്കി കുടിക്കാനൊന്നും വയ്യ. ഈ എപ്പിസോഡ് ഞാൻ വേറെ ആക്കി തന്നെ പറയാം, കഥയിലിടുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ഞാനൊന്നും ഇങ്ങനെ എന്താ അറിയില്ല, കണ്ണിങ്ങനെ മാളിപ്പോയി. അപ്പം ഞാൻ എൻ്റെ വീടൊക്കെ സ്വപ്നം കണ്ടു. അമ്മേനെ ചേച്ചികൾക്ക് എപ്പോഴും വിഷമമാണ്. കാരണം എൻ്റെ വലിയ എപ്പോഴും പറയും, മോളെ ഈ ഡെക്സേനെയൊക്കെ വല്ലാതെ സ്നേഹിക്കല്ലോ കേട്ടോ, അവർക്ക് എന്താ വന്നാൽ ഞാൻ ഭയങ്കര കരയും. ഞാൻ എനിക്കൊരു കോഴിക്കുട്ടി ഉണ്ടായിട്ട് കോഴിക്കുട്ടീനെ പൂച്ച അടിച്ചിട്ട് പോയി കാട്ടിൽ കൊണ്ടുവച്ച്, റെയിലിൻ്റെ അവിടെയുള്ള കാട്ടിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ ആ കാട്ടിൽ പോയ ആളാണ്. ഞാൻ ഒരു 10-12 വയസ്സിൽ. എന്നിട്ട് ആ കാട്ടിൽ പോയിട്ട് ഞാൻ ആ കോഴിക്കുട്ടീനെ കൊണ്ടുവന്ന് കരയരുതല്ല. അങ്ങനെയാണ് പണ്ട് മുതലേ അങ്ങനെ. ആ ശീലം എനിക്ക് ഇപ്പോഴും മാറിയില്ല. കോഴിക്കുട്ടീനെ ഇഷ്ടമാണ്, പിന്നെ നായ്ക്കുട്ടികളെ ഇഷ്ടം. പൂച്ചക്കുട്ടീനോട് എനിക്ക് അത്രയ്ക്കൊരു ഇതില്ല കേട്ടോ. എന്നാലും പൂച്ചക്കുട്ടികൾ കളിക്കണൊക്കെ കാണാൻ ഇഷ്ടമാണ്. എല്ലാ ജീവികളോടും ഇഷ്ടമാണ്. അങ്ങനെ ഒരു ജന്മം എനിക്ക് ദൈവം തന്നത്. അങ്ങനെ അപ്പുണ്ട് വന്നിക്കണ്, മാറ്റി പിടിച്ച് കുളിച്ച് വന്നിട്ടുണ്ട്. അമ്മ പിന്നെ ഞാൻ വേഗം പോയിട്ട് വരാം, ഡെക്സേനെ കൊണ്ടുപോകാം. അപ്പം ഞാൻ പിന്നെ വേണ്ടടാ ഈ പോയിക്കോ, ഞാൻ പാപ്പേട്ടനോട് വരാൻ പറഞ്ഞു. പറഞ്ഞു വേണ്ട അമ്മ എൻ്റെ കൂടെ പോയിട്ട് ഞാൻ അവിടെ ഇറക്കിത്തരാം, ഹോസ്പിറ്റലിൽ ഇറക്കിത്തരാം. പാപ്പേട്ടനെ വേഗം വിളിച്ച് പറഞ്ഞാലേ. ഞാൻ പാപ്പേട്ടനെ വിളിച്ച് പറഞ്ഞ് വേണ്ട വരണ്ട പറഞ്ഞിട്ട് അങ്ങനെ വേഗം ഞങ്ങൾ അവൻ്റെ നമ്മളെ കുത്തിവെപ്പിൻ്റെ സീറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് അവിടുത്തെ കാർഡൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വേഗം മോനെ പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വണ്ടിമേൽ വെച്ച് കൊണ്ടുപോയി. തീരെ വയ്യാത്ത ഓന് വണ്ടിമേലിരുന്നപ്പോഴത്തേനും ഓന് നല്ല സന്തോഷം. അവർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ എത്തിയ ഹോസ്പിറ്റലിൽ കണ്ടോടുകൂടി എൻ്റെ ഡെക്സ ഇങ്ങനെ ബോധമില്ലാണ്ട് കിടന്ന ഡെക്സൻ്റെ വാല് നെറുവിലെത്തി. മുഖമൊക്കെ ഇങ്ങനെ സിംഹക്കുട്ടീൻ്റെ അരിയായിട്ട് നിൽക്കുകയാണ്. എല്ലാവരോടും കുരയ്ക്കുക.
എന്താ അവിടെ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ഓന് ഭയങ്കര ഓർമ്മയാണ്. ഓന് അവിടെ ഇഷ്ടമല്ലാത്ത ഓൻ്റെ ഉള്ള ശക്തിയൊക്കെ ഇട്ടുകൊണ്ട് കുറയ്ക്കും. അങ്ങനെ ഡോക്ടർ വന്ന് ഡോക്ടർ എന്താ വെച്ചാൽ അവന് ഡോക്ടർ തീരെ വയ്യ. അവനിങ്ങനെ ഒരാഴ്ചയായി ഡോക്ടർ എഴുതി തന്ന മരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം മരുന്ന് ഏതാ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത് ദഹനക്കുറവിനും അങ്ങനെ കണ്ട അതിനൊക്കെയുള്ള മരുന്നുകളാണ്. ഒരു ചെറിയ പനി അങ്ങനെയൊക്കെ ഒരു സെർഫാണ്. അപ്പോൾ പറഞ്ഞ് ആണല്ലേ ദഹനക്കുറവിൻ്റെ മരുന്നാണ് ഞാൻ കൊടുക്കണത്. അപ്പോൾ പറഞ്ഞ് അത് കൊടുത്ത് നന്നായി, കുഴപ്പമില്ല. അപ്പോൾ കണ്ണ് കാട്ടാൻ പറഞ്ഞു. കണ്ണ് ഓനെ തൊടാനേ സമ്മതിക്കണില്ല. അങ്ങനെയെല്ലാം കൂടി ഡോക്ടറിന് ഓന് തൊട്ടാലല്ല അവൻ്റെ അസുഖം എന്താ അറിയുക. അങ്ങനെ ഒരു കഴുത്തിൽ പാള പോലത്തെ സാധനമല്ലേ, അതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ഫിറ്റ് ചെയ്ത് എന്നിട്ടും ഡോക്ടർ അടുപ്പിക്കില്ല. അവസാനം ഡോക്ടർ എപ്പോഴും അങ്ങനെ തന്നെ ഓനെ തൊടാൻ ഡോക്ടറെ സമ്മതിക്കില്ല. ഒരു നേഴ്സ് കുട്ടി ഉണ്ട്, ആൺകുട്ടി. വന്നാൽ എങ്ങനെ ഇഞ്ചക്ഷൻ അടിച്ചു വിടുമോ എൻ്റെ മേലെ, എങ്ങനെയെങ്കിലും ഇഞ്ചക്ഷൻ അടിക്കും. ഡോക്ടറാണെങ്കിൽ പറയും ഇപ്പോൾ കൊണ്ടുപോയിക്കോളിന്ന് അറിയാം. അങ്ങനെ ഇഞ്ചക്ഷനൊന്നും അടിച്ചില്ല. ഡോക്ടർ മരുന്നൊക്കെ തന്ന് എന്നിട്ട് ഡോക്ടറിന് ഇത് കൊടുക്കി. പിന്നെ എന്നിട്ട് കുറവില്ല വരെ. അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവന്ന് മരുന്നെല്ലാം കൊടുത്ത് പിന്നെ ഓന് കുറച്ചൊക്കെ ആക്കായി. ഇവിടെ വന്നതും കിടക്കാൻ തുടങ്ങി. അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്ലൂക്കോസ് വെള്ളം കുടിച്ച്, പിന്നെ കട്ടൻ ചായ കുടിച്ച്, വന്ന പടനെ കട്ടൻ ചായ കുടിച്ച്, പിന്നെ ഗ്ലൂക്കോസ് വെള്ളം കുടിച്ച്, പിന്നെ ഞാൻ അടുക്കളയിൽ പണിയെടുക്കണമൊക്കെ നോക്കി കിടന്നു. എന്നാലും ഇന്ന് അങ്ങനെ നോക്കാനൊന്നും വന്നില്ല, അങ്ങനെ കിടക്കുക തന്നെ. അങ്ങനെ ഞാൻ ചോറായി വേഗം അയിലക്കറിയും ചോറും അങ്ങനെ ഞാൻ അവനെ കൂട്ടി കുഴച്ച് പുറത്ത് കൊണ്ടുപോയി വാരി കൊടുത്ത് ഒരു 4 പിടി അവൻ കഴിച്ച്. ഇപ്പോൾ വൈകുന്നേരത്തെ ചായ ഒരു ഇച്ചിരി കഴിച്ചോളൂ, കഴിച്ചില്ല. വൈകുന്നേരത്തെ മരുന്ന് തേനിലാണ് കൊടുക്കുക. അത് കൊടുത്തിട്ട് ഇതിൻ്റെ ചുവട്ടിലുണ്ടാണ്. രക്ഷ ബേബി വാ, അമ്മേൻ്റെ അടുത്തേക്ക് വാ. അപ്പോൾ നമ്മൾ കഥയിൽ